ജീവിതത്തിലെ പരീക്ഷണഘട്ടത്തിനൊക്കെ ഒരു സ്റ്റോപ്പിടാൻ ദൈവത്തിന് പറ്റിയിരുന്നുവെങ്കിൽ എന്നാരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നെങ്കിലും എൻ്റെ കഷ്ടപ്പാടോ അതേപോലെ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളും ഒക്കെ ഉടയതമ്പുരാൻ നേടിത്തരും അല്ലെങ്കിൽ സാധിപ്പിച്ച് തരും എന്നുള്ള ചെറിയൊരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അമിതമായി നമ്മളൊന്നിനെ ആഗ്രഹിച്ചാൽ, കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുമെന്നാണ് പറയാറ്. എന്നാൽ കുന്നോളം ആഗ്രഹിച്ചിട്ട് കുന്നിക്കുരുവോളം കിട്ടുമ്പം അത് കുന്നോളമാക്കി മാറ്റാനുള്ള മനസ്സും കൂടി നമുക്കുണ്ടാവണം. കാരണം എന്താ വെച്ചാൽ ഒരു തുള്ളി പെരുവെള്ളം എന്നാണ് പറയാറ്. കുന്നോളം ആഗ്രഹിച്ച് കുന്നിക്കുരു കിട്ടുമ്പം ആ കുന്നിക്കുരുവിനെ നമ്മൾ കുന്നോളമാക്കി മാറ്റുമ്പോഴാണ് നമ്മുടെ വിജയം വരിക. എന്തോ എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്താഗതി എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു വന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഒരു വർഷമായി, കഴിഞ്ഞ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ അവസാനമായിട്ട് മനസ്സറിഞ്ഞ് ചിരിച്ചൊരു ദിവസമെന്ന് പറയുന്നത് ജൂൺ 15-ാം തീയതിയായിരുന്നു. മനസ്സറിഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അത്രമേൽ മനസ്സറിഞ്ഞ് ഞാൻ ചിരിച്ചത്. അതും എൻ്റെ കണ്ണൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിനൊരർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കിയെടുത്തു. അവിടെ വെച്ച് കണ്ണനെയും കൂട്ടിയും ഒരു മധുരം പങ്കിട്ടു. പക്ഷെ ആ മധുരത്തിൽ കണ്ണനെ ബാധിക്കുന്ന ഒരു കാര്യമില്ലായിരുന്നു. പക്ഷെ സമൂഹത്തെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് സമൂഹത്തെ ബാധിച്ചപ്പോൾ അതിലേറെ അതെന്നെ ബാധിച്ചു. എന്നെ തളർത്തി, കൂടെ നിന്നവർ കല്ലെറിഞ്ഞു, ഒറ്റപ്പെടുത്തി, ഒറ്റക്കായി, ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള രീതിയിലായി. ഒരു വഴിയും ഇല്ലാതെ പെരുവഴിയായി. കൂടെ നിന്ന് കൈകൊട്ടിയവരെല്ലാം കൈയാട്ടി പായിപ്പിച്ചു. അപ്പോൾ അത്രമേൽ പിന്നീടുള്ള എൻ്റെ ദിവസങ്ങൾ അങ്ങനെയായിരുന്നു. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ജൂൺ 1, അവിടുന്ന് 15 ദിവസം കൂടി കഴിഞ്ഞാൽ ജൂൺ 15. ഞാൻ അവസാനമായിട്ട് ചിരിച്ചതിന് ഒരു വർഷം പൂർത്തീകരിക്കാൻ പോവുക. പിന്നീട് ജൂൺ 15-ന് ശേഷം മനസ്സറിഞ്ഞ് ചിരിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറയും ഇല്ല എന്ന്. ഓരോരോ ദിവസം ഓരോരോ പ്രശ്നങ്ങൾ. പണ്ട് കളിക്കുടുക്കയിൽ നമുക്കൊരു മുയലിനെയും ഒരു ക്യാരറ്റും തരാറില്ലായിരുന്നോ? മുയലിന് ക്യാരറ്റിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ആ അവസ്ഥയിലൂടെയായിരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷത്തോളം ഞാൻ ജീവിച്ചത്. ഞാനൊരു മുയലോ, എനിക്ക് ആ ക്യാരറ്റിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്തോ മനസ്സ് പറയുന്നു, നിൻ്റെ വിഷമവും കഷ്ടപ്പാടൊക്കെ മാറാൻ പോവുകയാണോ? നീ ഇത്രയും കാലം നിന്നെ കുറ്റപ്പെടുത്തിയവരുടെയും കല്ലെറിഞ്ഞവരുടെയും കളിയാക്കിയവരുടെയും മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ പോവുകയാണോ എന്ന് മനസ്സ് പറയുന്നുണ്ട് എന്നോട്. അതൊരു ആത്മധൈര്യം തരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ചേർത്ത് നിർത്തി, അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആ ചേർത്ത് നിർത്തിയതോടുകൂടെ എറിഞ്ഞു വീഴ്ത്തുകയും ചെയ്തു. അപ്പം അതേ മനസ്സ് പറയുന്നു, നീ തലയുയർത്തി അഭിമാനത്തോടുകൂടെ നിൽക്കാൻ പോവുകയാണ്. അത് നീ നിമിഷങ്ങൾക്കകം കണ്ടോളൂ എന്ന് പറഞ്ഞതുപോണം തോന്നി എനിക്ക്. ആ ഒരു സന്തോഷം നിങ്ങളിലേക്കൂടി പങ്കുവെക്കണമെന്ന് തോന്നി. നമ്മളെ തളർത്താൻ 1000 പേരുണ്ടാവും. ആ 1000 പേരിൽ നമ്മൾ തളരാതെ നമ്മൾ നല്ല ഗഡ്സോടെ നിൽക്കണം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ശത്രുവായിട്ട് ഒരാൾ എനിക്കുണ്ടായപ്പം എന്നോട് എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, ആ ശത്രുവിനെ നമുക്ക് മിത്രമാക്കി കൂടെ നിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അവന് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയോ? 1000 സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിട്ട് കാര്യമില്ല, ഒരു ശത്രു മതി നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത്. ഉറങ്ങാത്ത രാത്രികൾ ഒരുപാട് എനിക്കുണ്ടായിട്ടുണ്ട്. ഉറക്കമൊഴിച്ച രാത്രികൾ ഒരുപാട് എനിക്കുണ്ടായിട്ടുണ്ട്. കരഞ്ഞ രാത്രികൾ ഒരുപാട് എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ട് പല രീതിയിൽ കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ.
എന്തോ എല്ലാത്തിനും ഒരു കർട്ടൻ വീയാന്ന് കേട്ടില്ലേ? ജൂൺ 15 തൊട്ടിട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങിയതാണ്. ആ കഷ്ടകാലത്തെ ഒരു വർഷം പോലും തികച്ച് നിർത്താതെ ആ കഷ്ടകാലത്തെ മാറ്റി വസന്തകാലത്തെ എൻ്റെ ജീവിതത്തിലേക്ക് തരാൻ ദൈവം തീരുമാനിച്ചതോ എന്നൊരു സംശയം. തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലേന്നറിയില്ല. മനസ്സ് പറയുന്നു നിന്റെ കഷ്ടപ്പാടൊക്കെ മാറിയടാ, നീ ഹാപ്പി ആവാൻ പോവുകടാ. കുറ്റപ്പെടുത്തിയവരെയും ഒറ്റപ്പെടുത്തിയവരെയും ഒക്കെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ പോവുകടാ. 9ാം ക്ലാസ്സുകാരി എന്ന് നിനക്ക് കിട്ടിയ പേര് ആ 9ാം ക്ലാസ്സുകാരി നേടിയെടുക്കുന്നത് വിദ്യാഭ്യാസമുള്ള ഒരാൾക്കും നേടിയെടുക്കാൻ കഴിയാതെ പോയതും എന്താണ് എന്നുള്ളത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും. ഏതായാലും അധികം നിങ്ങളടുത്ത് ദീർഘിപ്പിക്കുന്നില്ല. മനസ്സിന് എന്തോ ഒരു സമാധാനം തോന്നിയപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. എൻ്റെ സങ്കടങ്ങളൊക്കെ മാറും. നമുക്കൊരു പ്രതീക്ഷ തരൂലേ? നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം തട്ടി നിൽക്കുമ്പോൾ, നമുക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ അല്ലെ എന്തെങ്കിലും പൈസ എടുക്കാൻ വരുമ്പം നമ്മൾ ചിന്തിക്കൂലേ, എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ട് അവൻ തരുമായിരിക്കും എന്നല്ലേ. അതേപോലെ ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ദൈവം എൻ്റെ വിഷമങ്ങളൊക്കെ എനിക്ക് മാറ്റി തരുമായിരിക്കും. ആ മാറ്റി തരുന്ന നിമിഷങ്ങൾക്കായി വെയിറ്റ് ചെയ്യാണ് ഞാൻ. ടാറ്റാ.